ഇന്ത്യൻ വ്യോമസേനയുടെ M-17 ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തിയതായി റിപ്പോർട്ട്. M-17 അപ്പാച്ചെ ഹെലികോപ്റ്ററാണ് പഞ്ചാബിലെ പത്താൻകോട്ടിന് സമീപം അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പുറത്തുവന്ന റിപ്പോർട്ടിൽ ആളപായം പരാമർശിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതിൽ ആളപായം ഇല്ല എന്ന് പറയുന്നു, എങ്കിലും ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഹർഷൻ, ആളപായമില്ല എന്ന വലിയ ആശ്വാസകരമായ കാര്യമാണ്. 2 പൈലറ്റുമാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 2 പേരും സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. M-17 അപ്പാച്ചെ ഹെലികോപ്റ്ററാണ് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അടിയന്തരമായി ലാൻഡ് ചെയ്യുകയും ചെയ്തത്. ഇത് സാങ്കേതിക തകരാർ മൂലം അടിയന്തരമായി നിലത്തിറക്കിയെന്ന പൈലറ്റുമാരിൽ നിന്നും അല്ലെങ്കിൽ അവരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. പഞ്ചാബിലെ പത്താൻകോട്ടിന് സമീപമാണ്. പത്താൻകോട്ടിന് സമീപം നങ്കൽപൂരിലാണ് ഇത് അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത്. വ്യോമസേനയുടെ M-17 ഹെലികോപ്റ്ററാണിത്. ഇത് കഴിഞ്ഞ ദിവസം, അതായത് 7 ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ സഹരാൻപൂരിലും ഇതേ വ്യോമസേനയുടെ ഇതേ വിമാനം M-17 അപ്പാച്ചെ വിഭാഗത്തിൽപ്പെടുന്ന വിമാനം അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയിരുന്നു. അതും സാങ്കേതിക തകരാർ കണ്ടതിനെ തുടർന്നാണ് പൈലറ്റുമാർ അടിയന്തരമായി വിമാനം ലാൻഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായി അല്ലെങ്കിൽ ആ ഒരു ആശങ്കയുടെ പശ്ചാത്തലത്തിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ അടിയന്തരമായി ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യമായി കാണേണ്ടത്. അടിയന്തര ലാൻഡിംഗ് സാങ്കേതികമായി തകരാറുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അടിയന്തരമായി ഈ ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.